ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ബർഗറാണ്. ചിക്കൻ്റെ കൂടെ ഇതിൽ കോൾസ്ലോ കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ കോൾസ്ലോ ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കോൾസ്ലോ ഉണ്ടാക്കണം. ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ ബർഗർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരു മീറ്റ് പൗണ്ടർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ ഫോർക്ക് അല്ലെങ്കിൽ വീട്ടിലുപയോഗിക്കുന്ന ചപ്പാത്തിയൊക്കെ പരത്തുന്ന റോളറോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ച് പരത്തിയെടുക്കുക. മീറ്റ് ഒന്ന് ടെൻഡറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര 1/2 ടേബിൾ സ്പൂൺ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ വേണ്ട. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്താലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പരിപ്പും കൂടി ചേർക്കാം. കടുക് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് മസാലയും ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചിക്കനിൽ മസാല നന്നായിട്ട് പിടിച്ചിരിക്കണം. ഈ മസാലയിൽ ഒട്ടും വെള്ളം ചേർക്കണ്ട. ചിക്കനിലിരിക്കുന്ന വെള്ളം തന്നെ മതിയാവും. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്യാം. ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ച് ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ മുഴുവനും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ കത്തിയോ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ചിക്കൻ മുഴുവനും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. സവാള റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ചേർക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോസ് ചേർക്കുമ്പോൾ ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് വെക്കുന്നതാണ് നല്ലത്. എങ്കിലേ സോസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേസിൽ ലീവ്സും 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബർഗറിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി നമുക്ക് ബർഗർ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൺ എടുത്തിട്ടുണ്ട്. ബർഗർ ബൺ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ സാധാരണ ബണ്ണാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൺ യൂസ് ചെയ്യാം. ഇത് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം.
എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ മുകളിൽ നമുക്കൊരു ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് എടുക്കാം, ഗ്രേറ്റ് ചെയ്തതോ ഇതുപോലെ സ്ലൈസ് ചെയ്തതോ ഇഷ്ടമുള്ള ചീസ് എടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചാൽ മതി. ഞാനിവിടെ കോൾസ്ലോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കോൾസ്ലോ കൂടി ഈ ബർഗറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. നല്ല ടേസ്റ്റാണ് കോൾസ്ലോ ചേർത്തിട്ട് ബർഗർ കഴിക്കാൻ. ഇതും നമുക്ക് ഈ ചിക്കൻ മസാലയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി മറ്റേ ബണ്ണിൻ്റെ പീസ് കൊണ്ട് നമുക്കിത് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്നിത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് കഴിക്കുമ്പോൾ എല്ലാം കൂടി ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ സ്ക്രൂവർ ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് കുത്തി കൊടുക്കുകയാണ്. ടൂത്ത് പിക്ക് വെച്ച് കുത്തിയാൽ മതി. പക്ഷേ ഇതിന് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ടൂത്ത് പിക്ക് ഉള്ളിലേക്ക് അങ്ങ് പോയി കളയും. അതുകൊണ്ട് ഞാൻ അല്പം വലിയൊരു വുഡൻ സ്ക്രൂവർ വെച്ചിട്ട് ഇത് ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇതാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ബർഗർ ഇങ്ങനെ ഇളകി പോവില്ല. ഇതിൻ്റെ മുകളിൽ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറി വെച്ച് കൊടുക്കാം. ഞാൻ വെറുതെ വെച്ചതാണ് കേട്ടോ. വലിയ വുഡൻ സ്ക്രൂവർ ആയതുകൊണ്ട് 3-4 ചെറി അങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കോൾസ്ലോ ബർഗർ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്